പിൻട്രസ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മൾ ഓൾറെഡി ഏകദേശം ഒരു 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സജഷൻ തന്ന വീഡിയോ ആണ് നമ്മുടെ ഒരു പിൻട്രസ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്ത വീഡിയോസിനൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. നമുക്ക് എന്തിനാണ് ഈ ഒരു വാട്സപ്പ് ചാനലും ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ആക്കുന്നത്, അതുപോലെ നമുക്ക് എങ്ങനെ ഇത് വിഡ്രോ ചെയ്യാനായിട്ട് ഒരു ക്യാഷ് എങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്, നമ്മുടെ ആമസോൺ അഫിലിയേറ്റ് എങ്ങനെ വർക്ക് ആവുന്നുണ്ട്. സോ അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയി തരുന്നതായിരിക്കും. ജസ്റ്റ് ഇവിടുന്ന് ഫുള്ളായിട്ട് കണ്ട് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോസിനൊക്കെ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ബ്രോ എനിക്ക് ഇത് ചെയ്യാനായിട്ട്, അതായത് എനിക്ക് ബിസിനസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത് സിമ്പിൾ ആണ്, നിങ്ങൾ വീഡിയോ ഒന്ന് സ്റ്റാർട്ടിൽ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകളെ ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ചോദിച്ചോ, നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. സോ ഇപ്പം തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്താണ് ലൈക്കുകളൊക്കെ കൊടുക്കുക, എന്നാൽ മാത്രമേ ഈ വീഡിയോ അത്യാവശ്യം ആൾക്കാർക്ക് എത്തുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ കുറച്ച് എന്തായാലും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഫുള്ളായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് 1.2x സ്പീഡ് ഇട്ട് ഫുള്ളായിട്ട് കണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട് ആയിട്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് കൊടുക്കുക, ആൻഡ് നമുക്ക് നേരെ വീഡിയോ പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ മെയിനായിട്ട് ഡൗട്ട് ക്ലിയറൻസ് ആണ്. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് എല്ലാം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ വീഡിയോ എത്ര എന്താവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ബൈ പാർട്ട് കാണാം. ഓക്കെ, ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പിൻട്രസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കണം. അതിന് ശേഷം നമ്മൾ എന്താണ് പിൻട്രസ്റ്റ് അക്കൗണ്ട്, അതായത് ബിസിനസ് അക്കൗണ്ട് ആക്കണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റും കാലൊക്കെ അപ്ലോഡ് ആയി തുടങ്ങാം. ഓക്കെ, പ്രോഡക്റ്റ് ചുമ്മാ അപ്ലോഡ് ആക്കിയാൽ പോരാ, നമ്മൾ പുതിയ ട്രെൻഡിങ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ആക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്, എങ്ങനെ നമുക്ക് ക്യാഷ് കിട്ടും, വിഡ്രോ അടിക്കും, അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ക്യാഷ് കിട്ടും വിഡ്രോ അടിക്കും ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം മാത്രം ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഏറ്റവും ലാസ്റ്റ് എടുത്ത് കണ്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, നിങ്ങൾ പിൻട്രസ്റ്റ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാൻ ഇത് ടാബിലാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് സെയിം ഇന്റർഫേസ് ആണ്. ഓക്കെ, മൊബൈൽ കാണിക്കുന്ന സെയിം ഇന്റർഫേസ് ആണ്. അതല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോകാതെ തന്നെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തത്. അതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട്. ഓക്കെ, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഉണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിൽ ഓൾറെഡി ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി നമ്മുടെ പിൻട്രസ്റ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, കാരണം നിങ്ങൾ ഓൾറെഡി വേറെ കുറേ പിക്സും അതുപോലെ വീഡിയോസും ഡൗൺലോഡ് ചെയ്യാനായിട്ടായിരിക്കും യൂസ് ആകുന്നത്. അപ്പോൾ തന്നെ അത് ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് ചിലപ്പം റീച്ച് കയറില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുക, അതാണ് ഏറ്റവും നല്ലത്. സോ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ടുകളൊക്കെ വെച്ച് സൈൻ അപ്പ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. സോ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഗൈസ് അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഓരോ ഓപ്ഷനും കാരണം ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സോ സെലക്ട് ചെയ്ത് കൊടുക്കുക. കാണാൻ പറ്റുന്നുണ്ട് വാട്ട് ആർ യു ഇൻ ദ മോഡ് ടു ഡു. അപ്പോൾ അതിന് ഒരുപാട് സംഭവം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, അതായത് ജസ്റ്റ് റാൻഡമായി സെലക്ട് ചെയ്താൽ മതി. ഇത് വലിയ ഇതൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ 3 സൈറ്റ് എടുത്തുകൊണ്ട് നെക്സ്റ്റ് അടിക്കുന്നുണ്ട്. അത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിൻട്രസ്റ്റിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് അതൊക്കെ ആയിരിക്കും സജഷൻ വരുന്നത്. ഇത്രയുള്ള കണ്ട ഇതൊക്കെയാണ് സജഷൻ വരുന്നത്. പിന്നെ നിങ്ങൾ നമ്മുടെ അക്കൗണ്ട് നേരെ ഇനി ബിസിനസ് അക്കൗണ്ട് ആക്കണം. എനിക്ക് ഒരുപാട് മെസ്സേജ് ഉണ്ട്, ബിസിനസ് അക്കൗണ്ട് ആക്കുന്നത് എങ്ങനെയാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അത് സിമ്പിളാണ്. ഓക്കെ, സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഇവിടെ കാണാൻ ഒരുപാട് സംഭവം കാണാൻ പറ്റും. താഴോട്ട് പോയാൽ ഒരുപാട് സംഭവം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും അക്കൗണ്ട് ആൻഡ് മാനേജ്മെന്റ്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ബിസിനസ് അക്കൗണ്ട് ആക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് കാണാൻ പറ്റും. തൊട്ട് താഴെ കാണാൻ പറ്റുമല്ലോ, കൺവേർട്ട് എ ബിസിനസ് അക്കൗണ്ട്, കൺവേർട്ട് ടു ബിസിനസ് അക്കൗണ്ട്. സോ അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കാണാൻ പറ്റും അക്കൗണ്ടിൻ്റെ മാനേജ്മെന്റ്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പാസ്വേഡിന് തൊട്ട് താഴെ കാണാൻ പറ്റും കൺവേർട്ട് ടു എ ബിസിനസ് അക്കൗണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺവേർട്ട് അക്കൗണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഫൈൽ നെയിം ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്റ്റോറിന്റെ നെയിമോ അല്ലെങ്കിൽ നിങ്ങൾ എന്തുതരം പേജാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എൻ്റെ ഒരു _10 എൻ്റെ പേര് തന്നെ കൊടുക്കാം. ജസ്റ്റ് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കാണിച്ചു വേണ്ടി നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സ്റ്റോറോ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആഡ് യുവർ വെബ്സൈറ്റ് ആൻഡ് ഇറ്റ് വിൽ അപ്പിയർ ഓൺ യുവർ പ്രൊഫൈൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്നെങ്കിൽ ഒരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ആക്കുക, അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഗൈസ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒന്നുകൂടെ പോയിട്ട് ടെലഗ്രാം ചാനൽ ഒന്ന് ക്രിയേറ്റ് ആക്കാം. ടെലഗ്രാം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താണ് ഒരു ചാനൽ ക്രിയേറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ കാണാൻ പറ്റും ഗ്രൂപ്പ് ചാനൽ സെലക്ട് ആക്കുക. അതിനുശേഷം എന്താണ് നമ്മുടെ അതേ ഒരു പേരടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റോർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് DP സെറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ എന്താണ് അടിക്കുക. ഓക്കെ, നിങ്ങളുടെ എന്ത് ടൈപ്പ് സ്റ്റോർ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ അടിച്ചതിന് ശേഷം കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇടാം. ഓക്കെ, വലിയ ഇതൊന്നുമില്ല, ജസ്റ്റ് ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ആക്കി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് ശേഷം ഓക്കെ എന്നിട്ട് പബ്ലിക് ആയി കൊടുക്കും. ഓക്കെ, ജസ്റ്റ് അപ്പോൾ ചാനൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്.
ഇപ്പോൾ ചാനൽ ക്രിയേറ്റ് ആക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പിൻട്രസ്റ്റ് യൂസ് ചെയ്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്ത് സംഭവം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റിൽ ഇപ്പോൾ നമ്മളൊരു 10 പിൻസ് ആയാലും 10 ഫോട്ടോസാണ് പിൻട്രസ്റ്റിൽ അപ്ലോഡ് ആക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 ലിങ്ക് കൊടുത്താൽ പിൻട്രസ്റ്റ് വിചാരിക്കും നമ്മൾ എന്തോ കാര്യം ചെയ്യുന്നുണ്ടെന്ന്, അതായത് സസ്പീഷ്യസ് എന്തോ കാര്യം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെയിൻ ആയിട്ട് നമ്മുടെ ഇതാണ് അതായത് ഇവിടെ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് ആണ്, അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ ലിങ്ക് ആണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ആകാം, അല്ലെങ്കിൽ വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ആകാം. അത് രണ്ടും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ക്രിയേറ്റ് ആക്കിയാൽ ഒരുപാട് മെമ്പേഴ്സിന് ഞാൻ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല നമുക്ക് എല്ലാ പിൻസിലും നമുക്ക് ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റും, എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എല്ലാത്തിലും ആഡ് ചെയ്താൽ തന്നെ നമ്മുടെ പിൻട്രസ്റ്റ് വിചാരിക്കും നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ആഡ് ചെയ്തിരിക്കുക, നമ്മുടെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ആക്കുക. ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ പിൻട്രസ്റ്റ് അപ്ലോഡ് ആക്കുന്ന ഓരോ പ്രോഡക്റ്റും ഇവിടെയും ജസ്റ്റ് അപ്ലൈ ലിങ്ക് വെച്ച് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ആക്കി പോവാം. അപ്പം നിങ്ങളുടെ പിൻട്രസ്റ്റ് അക്കൗണ്ട് റീച്ച് കയറുമ്പോഴത്തേക്ക് ആൾക്കാർ നമ്മുടെ ടെലഗ്രാം ചാനലിലോ വാട്സപ്പ് ചാനലിലോ കയറി ജോയിൻ ചെയ്യും. അപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യും. സോ അതാണ് നമ്മുടെ ഏക ഉദ്ദേശം ഈ ഒരു സംഭവം കൊണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മുടെ ഈ ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കോപ്പി ചെയ്യുക, അതിന് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം ഇതിന് എന്താണ് വരുന്നതെന്ന്. ഓക്കെ, ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക, ഇതിൻ്റെ നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഡിസ്ക്രൈബ് യുവർ ബിസിനസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ബ്ലോഗർ അടിക്കുകയാണ്, നിങ്ങൾക്ക് വലിയൊന്നുമില്ല. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും വുഡ് യു എവർ ബി ഇൻട്രസ്റ്റഡ് ഇൻ റണ്ണിങ് ആഡ്സ് ഓൺ പിൻട്രസ്റ്റ്. നിങ്ങൾ പിൻട്രസ്റ്റ് യൂസ് ചെയ്ത് ആഡ്സ് റൺ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണോ? സോ എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഐ ആം നോട്ട് ഷുവർ എറ്റ്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. ഏകദേശം നമ്മുടെ ബിസിനസ് അക്കൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മെയിനായിട്ട് പിക്സും ആ സംഭവമൊക്കെ അപ്ലോഡ് ആയിക്കൊണ്ട് എങ്ങനെയാണ് സെറ്റ് ആക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഫൈനലി നമ്മുടെ ബിസിനസ് അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് പിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്താണ് കയറാനായിട്ട് ഒരു പിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ സ്റ്റോർ ആണ്. ഇപ്പം നിങ്ങളുടെ ഒരു പേഴ്സണൽ അക്കൗണ്ട് അല്ല, ഇതൊരു ബിസിനസ് പേജ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോർ ആണ്. നിങ്ങൾക്ക് ക്രിയേറ്റർ ഹബിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് കയറി, അതുപോലെ തന്നെ എത്ര ഇംപ്രഷൻസ് കിട്ടി, എത്ര ഓഡിയൻസ് ആയി, എത്ര ക്ലിക്ക് ഉണ്ട്, അതെല്ലാം കാണാം. സീമോർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട ഇംപ്രഷൻസ്, സേവ്, ഔട്ട്ബോർഡ് ക്ലിക്ക് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഗൈസ് നമ്മുടെ അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പേര് കാണാൻ പറ്റും, ഞാൻ എൻ്റെ DP കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് കണ്ട നമ്മുടെ ടെലഗ്രാം ചാനലാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യുന്ന ആരെങ്കിലും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമ്മുടെ ഒരു ടെലഗ്രാം ചാനലായിരിക്കും കയറുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാ പ്രോഡക്റ്റും കിട്ടും. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ചെയ്യുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണെങ്കിൽ ഓരോരോ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ വിത്ത് ലിങ്ക് ഇപ്പോൾ ഒരു 10 പിന്ന് നമ്മളിപ്പോൾ അപ്ലോഡ് ആക്കിയാൽ നമ്മുടെ ഒരു 5 എണ്ണത്തിന് മാത്രമേ ലിങ്ക് കൊടുക്കാവൂ. ഓക്കെ, അതാകുമ്പോൾ സേഫ് ആയിട്ട് അപ്ലോഡ് ആയിക്കൊണ്ട് പോവാം. അപ്പം നമ്മൾ ബാക്കി ഉള്ള സംഭവം, അതായത് ബാക്കിയുള്ള സംഭവം ലിങ്ക് കിട്ടില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് റീച്ച് കയറുമ്പോഴത്തേക്ക് ഓഡിയൻസ് ആ ലിങ്ക് ഇല്ലാത്ത പ്രോഡക്റ്റ് നോക്കും. അപ്പോൾ നേരെ ഇവിടെ കാണാൻ ടെലഗ്രാം ചാനൽ, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു, ജോയിൻ ആവുന്നു. നമ്മുടെ അക്കൗണ്ട് എത്രമാത്രം ആൾക്കാർ കാണും, എത്രമാത്രം ട്രാഫിക് ജനറേറ്റ് ആവും. സോ അപ്പം തന്നെ എന്താണ് നമുക്ക് ആ ഒരു ടെലഗ്രാം ചാനലിൽ ആൾക്കാർ കയറാനും തുടങ്ങും. ഓക്കെ, സോ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ എടുക്കുക. അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലോ അല്ലെങ്കിൽ ടെലഗ്രാം ചാനലോ ക്രിയേറ്റ് ആക്കാം. വേറെ ഓപ്ഷൻ ഇല്ല. വേറെ ഓപ്ഷൻ എന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ സ്റ്റോറൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടാം. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ സ്റ്റോർ. ആൻഡ് നിങ്ങൾക്ക് വേറെ കുറേ പരിപാടി ചെയ്യാൻ പറ്റും. എഡിറ്റ് ഓപ്ഷൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ, സെറ്റിംഗ്സ് ഓപ്ഷൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ കാണാൻ പറ്റും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മുടെ കൊടുക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോർ എന്താണ് അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ അതുപോലെ നിങ്ങൾക്ക് കവർ പിക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ സ്റ്റോർ എത്രമാത്രം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും അത്രയും മാത്രം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനിയാണ് നമ്മുടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ റാൻഡമായിട്ട് ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം അടിപൊളിയല്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ബുക്ക് എന്ന് അടിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ബുക്ക് എന്ന് അടിച്ചെങ്കിൽ എക്സാമ്പിൾ കാണിക്കുകയാണ്. കണ്ട ഗൈസ്, ഇത് ഹൗ ടു ക്രിയേറ്റ് ബുക്സ് ദാറ്റ് സെല്ല്. അപ്പോൾ അവിടെ കാണാൻ പറ്റും വിസിറ്റ് സൈറ്റ്. ഓക്കെ, സോ അതൊക്കെ അവരുടെ പ്രൊഫൈലിൽ കാണാൻ പറ്റും, അവിടെ സൈറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ബുക്ക് വാങ്ങിക്കാൻ പറ്റും. സോ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വേറെ സംഭവമൊന്നുമില്ല. ഇത് അവരുടെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അവരുടെ ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് ലിങ്ക് ഇവിടെ അപ്ലോഡ് ആക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇനി നമുക്ക് എങ്ങനെ ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലൗഡ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റ യൂസ് ചെയ്യാം. ഓക്കെ, ജെമിനി യൂസ് ചെയ്യാം. നിങ്ങൾ ChatGPT യൂസ് ചെയ്യണ്ട. ഓക്കെ, ഒന്നെങ്കിൽ മെറ്റ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലൗഡ് യൂസ് ചെയ്യാം. ബിക്കോസ് നമ്മുടെ ക്ലൗഡും മെറ്റയും കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിൽ പ്രവർത്തിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എന്താണ് ചെയ്യുന്നത് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക, അതായത് ടോപ്പ് 5, അതായത് നമ്മുടെ 2026 ഇപ്പോഴത്തെ പിൻട്രസ്റ്റിലെ ടോപ്പ് 5 ആയുള്ള പ്രോഡക്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് കണ്ട, അപ്പം ഞാൻ ഇവിടെ സെൻഡ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത് അനാലിസ് ചെയ്തതിനു ശേഷം നമുക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഉള്ള കാറ്റഗറീസ് എന്താണെന്ന് പിൻട്രസ്റ്റ് നമുക്ക് തരുന്നതായിരിക്കും. ഇവിടെ കാണാൻ പറ്റും ഹോം ഡെക്കറാണ് ഒന്ന്, രണ്ടാമത്തെ ഫാഷനാണ്,
അപ്പോൾ അടുത്ത വരുന്നത് ബ്യൂട്ടി ആണ്. പിന്നെ അടുത്ത നമുക്ക് ഫുഡ് ആൻഡ് ബിവറേജ് ആണ്. ലാസ്റ്റ് വൺ ട്രാവൽ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട്. അവിടെ കാണാം 88% ആക്യുറേറ്റ് ആണ് ഈ സാധനം. ഓക്കെ, ഇപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഹോം ഡെക്കറാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരെ പിൻട്രസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. സോ അതിന് ശേഷം എന്താണ്, നമ്മൾ പിൻട്രസ്റ്റ് പോയതിനു ശേഷം ജസ്റ്റ് ഹോം ഡെക്കർ നടിക്കുകയാണ്. ഓക്കെ, ഹോം ഡെക്കർ അടിച്ചതിന് എന്താണ് സെർച്ച് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് കാണണ്ട, ഇതുപോലത്തെ ഒരുപാട് സംഭവം വരും. ഹോം ഡെക്കർ സംഭവം ഒരുപാട് വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ആക്കിയതിന് ശേഷം അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക് വെബ്സൈറ്റ് കാണും. ഓക്കെ, 23 ബഡ്ജറ്റ് ഹോം ഡെക്കർ ഐഡിയാസ്. ഇത് കണ്ട ഒരുപാട് സംഭവം ഹോം ഡെക്കർ എല്ലാ സംഭവം കാണാൻ പറ്റും. ദെൻ നിങ്ങൾ ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ജസ്റ്റ് ഇത് മാത്രം നിങ്ങൾ അപ്ലോഡ് ആയിപ്പോൾ നിങ്ങളൊരു പേജ് നിങ്ങൾ എത്രമാത്രം അടിപൊളിയായിട്ട് കൊണ്ടുപോകും അതിനനുസരിച്ച് നിങ്ങൾക്ക് സെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് സംഭവം നിങ്ങൾക്ക് ഇതൊക്കെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഇതാണ് നിങ്ങൾ അപ്ഡേറ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ വിൽക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത നമ്മൾ എന്താണ് നോക്കാനായിട്ട് പോകുന്നത്, നമ്മുടെ ഫാഷനാണ്. ഓക്കെ, സോ ഫാഷനൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല സെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ലേഡീസ് വെയർ ആയാലും ജെൻസ് വെയർ ആയാലും ആ ഫാഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ചൂസ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് എന്താണ് സ്കിൻ കെയർ നനച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ ഒക്കെ എപ്പോഴും ടോപ്പാണ്. കാരണം ഇപ്പോഴത്തെ കാര്യം അങ്ങോട്ടായാലും ടോപ്പ് സാധനം തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റ് സൈറ്റ് ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ലിങ്ക് അവിടെ സൈറ്റിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓരോ സംഭവം നിങ്ങൾ നോക്കിയതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് ഏതാണ് അടിപൊളിയായിട്ട് തോന്നുന്നത്, നിങ്ങളുടെ സ്റ്റോറിന് പറ്റിയ ഏതാണ് അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ മെയിനാണ് സംഭവം. അപ്പോൾ നമുക്ക് ഹോം ഡെക്കർ ചൂസ്, ഇപ്പോൾ ഹോം ഡെക്കറാണ് ഫസ്റ്റ് കിടക്കുന്നത്, കാണാം പ്ലസ് 165% ഇൻക്രീസ് ആയിട്ടുള്ളത്. ഓക്കെ, സോ താഴെ കാണാൻ പറ്റും 325. അതൊക്കെ നമ്മുടെ കണക്കനുസരിച്ച് തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഹോം ഡെക്കറാണ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഫ്ലിയേറ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എവിടെയാണ്, ഇപ്പം ഞാൻ ആമസോണിലാണ് അഫ്ലിയേറ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് പോകുന്നതെങ്കിൽ നമ്മൾ നേരെ ആമസോൺ ആ ഒരു ലിങ്ക് എടുക്കുക. ഓക്കെ, നിങ്ങൾ ആമസോണിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അക്കൗണ്ട് തുടങ്ങുക. നമ്മൾ തുടങ്ങുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെക്ക് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോകുന്നെങ്കിൽ ഫ്ലിപ്കാർട്ട് ചെയ്യാനായിട്ട് പറ്റും. വേറെ സംഭവം നിങ്ങൾക്ക് എല്ലാ സംഭവത്തിലും കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഡിഫറൻസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഞാൻ നേരെ ആമസോൺ എടുക്കുകയാണ്. ഓക്കെ, സോ ആമസോൺ എടുത്തതിന് ശേഷം നമുക്ക് നേരെ ഹോം ഡെക്കർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് അഫ്ലിയേറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് തന്നെ ഏതെങ്കിലും ഒരു അഫ്ലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കണം. ജസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഹോം ഡെക്കർ നടിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സംഭവം വരുന്നതായിരിക്കും. റാൻഡമായിട്ട് ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്യാം. ഓക്കെ, റാൻഡമായിട്ട് അല്ല, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കാണാൻ പറ്റും, അത്യാവശ്യം അടിപൊളി സംഭവം തോന്നുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി ഞാൻ നേരെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ അഫ്ലിയേറ്റ് ലിങ്ക് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഷെയർ ഓപ്ഷൻ. അപ്പം നമുക്ക് ഇവിടെ കാണാം അസോസിയേറ്റ് ലിങ്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ അസോസിയേറ്റ് ലിങ്ക്, അതായത് ഇതാണ് നമ്മുടെ അഫ്ലിയേറ്റ് ലിങ്ക്. താഴെ നോൺ അസോസിയേറ്റ് ലിങ്ക് ഉണ്ട്, അത് നമ്മുടെ സാധാ ലിങ്കാണ്. ജസ്റ്റ് ഞാൻ അസോസിയേറ്റ് ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യാണ്. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നവരും അതുപോലെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നതിന് കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് കമ്മീഷൻ വരുന്നത് ഏകദേശം 3.50% ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണ് റേറ്റ്, 399 രൂപയാണ്. ഓക്കെ, ജസ്റ്റ് കാൽക്കുലേറ്റ് എടുക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 399 രൂപയ്ക്കാണ്. ഓക്കെ, 399 രൂപ. ഓക്കെ, അതിനുശേഷം 3.50% ആണ്. ഏകദേശം പെർ സെയിലിന് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് 13 രൂപയാണ്. ഓക്കെ, എല്ലാം ക്രോസ് ചെയ്യുമെങ്കിൽ ഏകദേശം 40 റുപ്പീസ് നമുക്ക് കിട്ടും, 14 റുപ്പീസും കിട്ടും, 14 രൂപ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് സാധനം. അതിനുശേഷം നമ്മൾ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ഇതിൻ്റെ പിക്ക് എടുക്കണം. ഓക്കെ, ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് നേരെ ചാറ്റ് GPT അല്ലെങ്കിൽ ജെമിനി എന്തെങ്കിലും ചെയ്യുന്ന ശേഷം ജസ്റ്റ് നമുക്ക് ഇൻ്റർഫേസ് ഒക്കെ ചേഞ്ച് ആക്കിയതിന് ശേഷം അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതേ മെത്തേഡ് അങ്ങ് യൂസ് ചെയ്താൽ മതി, വലിയതൊന്നുമില്ല. നിങ്ങൾ ഇതേ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ആ ഒരു അഫ്ലിയേറ്റ് ലിങ്ക് ഒക്കെ കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ആക്കിയെന്നുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് എന്താണ് ഇതിൻ്റെ പേരൊക്കെ ചാറ്റ് GPTക്ക് അറിയാം. ഓക്കെ, എന്നിട്ട് ആരെങ്കിലും ചാറ്റ് GPT ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആ പിക്കും കാളൊക്കെ അപ്ലോഡ് ആയി കൊടുക്കുക. ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഇംഗ്ലീഷിൽ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ചാറ്റ് GPT മനസ്സിലാവും. ഓക്കെ, നിങ്ങളുടെ ഇംഗ്ലീഷ് അങ്ങ് അടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ എന്താണ് ഈ ഒരു ഇൻ്റർഫേസ് ഒന്ന് മാറ്റാനായിട്ട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പിൻട്രസ്റ്റിനെ പ്രൊമോഷനായിട്ട് നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസ് മാറ്റാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുക ഉറപ്പായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ കണക്കായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലോ ക്രിയേറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ പിൻട്രസ്റ്റിൽ അപ്ലോഡ് ആക്കുന്ന ഓരോ പ്രോഡക്റ്റും ആ ഒരു പ്രോഡക്റ്റ് വിത്ത് നമ്മുടെ അഫ്ലിയേറ്റ് ലിങ്ക് നമ്മുടെ ആ ഒരു വാട്സപ്പ് ചാനലോ ടെലഗ്രാം ചാനലോ അപ്ലോഡ് ആക്കി പോവാം. അപ്പോഴത്തേക്ക് നമ്മുടെ എന്താണ് പിൻട്രസ്റ്റിന് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് അക്കൗണ്ടിൽ നിന്ന് എന്താണ് ഓഡിയൻസ് ഒക്കെ റീച്ച് ആയി കയറുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാഫിക് കൂടും. അപ്പോൾ എന്താണ് നമ്മുടെ പിൻട്രസ്റ്റിന്റെ ആ ഒരു ബയോ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വാട്സപ്പ് ചാനലോ അല്ലെങ്കിൽ ടെലഗ്രാം ചാനലോ കാണാൻ പറ്റും. അപ്പോൾ അവരവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അവർക്കുള്ള പ്രോഡക്റ്റ് അവരെ സെർച്ച് എടുക്കുന്നതായിരിക്കും. ഓക്കെ, കണ്ട ഇതാ സംഭവം നമുക്ക് ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറി ഒന്ന് കിടക്കുന്നതായിരിക്കും.
അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ വേണം, ഡിസ്ക്രിപ്ഷൻ വേണം, അതുപോലെ തന്നെ കീവേഡ്സ് വേണം. അതൊക്കെ നമുക്ക് പിൻട്രസ്റ്റ് പോയതിനു ശേഷം എടുക്കാം. അപ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, സോ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഫസ്റ്റ് പിൻ അപ്ലോഡ് ആക്കാം. ക്രിയേറ്റ് ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ പിന്ന്, കോളേജ്, ബോർഡ്. അപ്പം നമ്മൾ പിന്നാണ് അപ്ലോഡ് ആക്കുന്നത്. നമ്മളിവിടെ അപ്ലോഡ് ആക്കുന്ന ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും അപ്ലോഡ് ആക്കുന്നതിൻ്റെ പേരാണ് പിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എന്നൊക്കെ പറയൂലേ, യൂട്യൂബിൽ ഷോർട്സ് എന്ന് പറയൂലേ, സോ നമ്മളിവിടെ പറയുന്നതാണ് പിന്ന്. ഓക്കെ, സോ ഗൈസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇത്ര ദിനം മഴയിലായിരുന്നു, ഇപ്പോഴാണ് മഴ പെയ്തത്. അപ്പോൾ ഒന്ന് പിൻ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതാ നമ്മുടെ പിക്ക് അപ്ലോഡ് ആൾ സെക്ഷനാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ലിങ്ക്, അതുപോലെ തന്നെ ടോപ്പിക്ക്, ടാഗ്, പ്രോഡക്റ്റ് അതൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇമ്പോർട്ടൻ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ലിങ്ക്, പിന്നെ ടാഗ്, ടോപ്പിക്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ആണ്. ഓക്കെ, അപ്പം ഞാൻ നേരെ ചാർജ് എടുത്തതിന് ശേഷം സെൻഡ് മീ ടൈറ്റിൽ നടിക്കുന്നുണ്ട്. ഓക്കെ, ടൈറ്റിൽ എന്നിട്ട് കോപ്പി കോഡ്. നിങ്ങൾ കോപ്പി കോഡ് നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കോപ്പി ഓട്ടോമാറ്റിക് ജസ്റ്റ് 1 ക്ലിക്കിൽ കോപ്പി ചെയ്യാനുള്ള സംഭവം വരുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. കണ്ട ഗൈസ്, ഇങ്ങനത്തെ ഓപ്ഷനാണ് വരുന്നത്. കണ്ട നമ്മുടെ ടൈറ്റിൽ കുറച്ച് ലോങ് ആയി പോയിട്ട് തോന്നുന്നു. ഓക്കെ, ഇത് വരെ. ഓക്കെ, അപ്പം ഞാൻ താഴെ നിന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് കോപ്പി കോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ അടിച്ചത്. അപ്പോൾ ജസ്റ്റ് ഇത് നമുക്ക് ടൈറ്റിലായി കൊടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് അതിന് ശേഷം ടൈറ്റിൽ പോയതിനു ശേഷം ടൈറ്റിൽ അടിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഡിസ്ക്രിപ്ഷൻ ചോദിക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ചോദിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഷ്ടാഗ് ഇൻക്ലൂഡ് ആക്കാം. ഓക്കെ, നമുക്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻ വിത്ത് ഹാഷ്ടാഗ്സ് എന്ന് ചോദിക്കാം. കോപ്പി കോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ChatGPT സെൻഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, വേറെ സിമ്പിളായിട്ടുള്ള പ്രോസും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം. നമുക്ക് വേറെ വലിയ പണിയൊന്നുമില്ല. കണ്ട, നമുക്ക് ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ChatGPT തന്നിട്ടുണ്ട്, വിത്ത് ഹാഷ്ടാഗ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താണ് കോപ്പി ചെയ്യുക. അതിനുശേഷം എന്താണ് നമുക്കിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എത്ര മാത്രമേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അടുത്ത പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിങ്കാണ്. ലിങ്ക് നമ്മൾ നേരെ ഒന്ന് ആഡായി കൊടുക്കുക. ഓക്കെ, നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ഇവിടെ ആഡായി കൊടുക്കുക. അതിനുശേഷം ടോപ്പിക് ഉണ്ട്, ടോപ്പിക്ക് മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് സെൻഡ് പിൻട്രസ്റ്റ് ടോപ്പിക് എന്ന് കൊടുക്കാം. ഓക്കെ, ടോപ്പിക്. അപ്പോൾ നമുക്ക് ടോപ്പിക് സെൻഡ് ചെയ്യുന്നത് എല്ലാ ടോപ്പിക്കും ഇവിടെ കാണുമല്ലെന്ന് എനിക്കറിയാം. ബട്ട് നമുക്ക് എന്താണ് ആ റിലേറ്റഡ് ടോപ്പിക്ക് മാത്രം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവം തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് പിൻട്രസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ ഡെക്കോർ എന്ന് അടിക്കാം. ഡെക്കോർ എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ വരുമല്ലോ നോക്കാം. ഓക്കെ, നമ്മുടെ ടോപ്പിക്കും കാണാൻ പറ്റും. ടോപ്പിക്കിനോട് നമുക്ക് അതുപോലെ അങ്ങ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എനിക്കിവിടെ കുറച്ച് നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണെങ്കിൽ ടോപ്പിക് ആഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഡെക്കോർ എന്നൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് കുറച്ച് സംഭവം വരുന്നതായിരിക്കും. അതൊന്ന് സെറ്റ് കൊടുത്താൽ മാത്രം മതി. ഒരു 5 അല്ലെങ്കിൽ 6 സെറ്റ് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് എന്താണ് ക്രിയേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കഴിച്ച് നമ്മുടെ ഇത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു പബ്ലിക് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റൊക്കെ അവിടെ ആഡ് ആവുന്നതായിരിക്കും. ആൻഡ് ആ ഒരു പോസ്റ്റ് റീച്ച് ആകാൻ കഴിയുമ്പോഴത്തേക്ക് എന്താണ് എത്ര ക്ലിക്കായി അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര സെയിലായി അതുപോലെ നിങ്ങൾക്ക് എല്ലാ സംഭവവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്, എങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എങ്ങനെയാണ് വിഡ്രോവൽ കിട്ടുന്നത്? അപ്പോൾ ആമസോണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമ്മുടെ ആമസോണിൽ ഇത്ര റിക്വയർമെൻറ്റ് ഉണ്ട്. അതായത് 1000 റുപ്പീസ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ആമസോണിൽ വിഡ്രോകളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഹൗൾ പേക്ക് അല്ലെങ്കിൽ ഏത് ഏൺകര ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്ത് തന്നെ നമുക്ക് അതിനകത്തൊക്കെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അല്ലാതെ പിൻട്രസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യില്ല. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തിട്ടും അതിനെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്ത് എല്ലാം കയറുന്നതായിരിക്കും. ഈ അനാലിസിസ് നിങ്ങൾക്ക് എല്ലാം കയറുന്നതായിരിക്കും. എത്ര ക്ലിക്കായി, എത്ര ഓർഡറായി, എത്ര കമ്മീഷൻ കിട്ടിയത് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്താണ് വിഡ്രോ എല്ലാം കിട്ടുന്നത്. ഓക്കെ, ഇപ്പം ആമസോണിൽ കയറുമ്പോഴത്തേക്ക് നമുക്ക് ആമസോൺ അതിനെ കാണിക്കും 1000 രൂപ ആയാലേ നമുക്ക് എന്താണ് നമ്മുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാണ്ട് പറ്റുള്ളൂ. അതുപോലെ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ അഫിലിയേറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്താലും നമുക്ക് അതിനകത്താണ് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ലൈക്ക് കൊടുക്കുക ആൻഡ് നിങ്ങളെ കമൻ്റ് ആക്കാൻ മറക്കണ്ട. സോ നമുക്ക് എന്തെങ്കിലും വീഡിയോ വേണം. ഓക്കെ, നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ക്ലൗഡ് ആയി ഉള്ള വീഡിയോ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് ടാസ്ക്കാണ്, നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം.